ആ തമ്പുരാട്ടി എത്തിയോ? എത്ര നേരം ഇതിന് മുമ്പ് വിളിച്ചു പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഇപ്പൊ വരുന്നു. ഇത് സമയം 10:30 മണി. ഇല്ല എത്താണ് വീട്ടിലേക്ക് കയറി വരിക? ഞാൻ വെറുതെ പറഞ്ഞതാ. കയറി വാ മോളെ. നമ്മുടെ മാമാന്റെ മോളും വരുമാനം വന്നിട്ട് ഞങ്ങൾക്ക് ചായ കിട്ടും പെട്ടെന്ന്. നീ അതൊന്നും വേണ്ട, നേരത്തെ ഉണ്ടാക്കി ചായ പിടിക്കുക. അതൊന്നും വേണ്ട, നീ 2 ചായ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി. ഞാൻ അവരുടെ പോയി സംസാരിച്ചിരിക്കട്ടെ കേട്ടോ. നീ ഇങ്ങോട്ട് വന്നോ? ഏയ് ഇല്ല, അത് കുഴപ്പമൊന്നുമില്ല. അത് സിസേറിയനല്ലേ കഴിഞ്ഞിരിക്കുന്നത്. സിസേറിയൻ കഴിഞ്ഞാൽ രാവിലെ തന്നെ അവര് ഐസിന്റെ അകത്ത് നടത്തിപ്പിച്ചു അല്ലേ. പിന്നെ അത് കഴിഞ്ഞ് വാതിൽ കൊണ്ട് ഫുള്ള് നടത്തിപ്പിക്കായിരുന്നു. ഈ സിസേറിയൻ റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമില്ല. നീ എന്തായാലും അടുക്കളയിൽ പോന്നേ, നമുക്ക് അവിടെ പോയി തിരിക്കാം. ചായ കുടിക്കുന്നുണ്ട് വരും. ഗിഫ്റ്റ് വാങ്ങിച്ചോ? ശരി, എവിടെ നോക്കട്ടെ. എന്താ ഡ്രസ്സാ? ഹായ്, നല്ല ഭംഗിയുണ്ടല്ലോ. നീ ഉണ്ടോ? നീ 2 പേർക്കും വാങ്ങിച്ചോ? ശരി. ആ രണ്ടും സെയിം ആണല്ലേ. അവർക്ക് 82 ദിവസമായി. പക്ഷെ എന്താന്നോ, ഇവർക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. സിസേറിയൻ ചെയ്യേണ്ടി വന്നില്ലല്ലോ. അവർക്ക് അങ്ങനെയല്ലോ, ഡെലിവറി കുറച്ച് കോംപ്ലിക്കേറ്റ് ആയിരുന്നല്ലോ. എന്താ മോന്? ആ മോള് ഇവിടെ തന്നെ പ്രത്യേകിച്ച് കിടക്കുന്നതാ. ക്ഷീണിക്കുന്നോ? നിനക്ക് തോന്നുന്നു അവള് ഇതിനേക്കാളും ക്ഷീണിച്ചിട്ടായിരുന്നില്ലേ. ഇപ്പൊ നീ തടി വെച്ചിരിക്കുക. നീ കത്തിയുടെ റൂമിലേക്ക് ചെല്ലേ, അവളുടെ ഉണ്ണിനെ പോയി കാണാം. അപ്പൊ ഞാൻ അതിന്റെ ഉണ്ണിനെ കൊണ്ട് ഇങ്ങോട്ട് വരാം. നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞോ? നിങ്ങൾ എന്തായാലും മോനെ കാണാൻ. ആ അവനെ പോലെയാണ്, പക്ഷെ നിറം അവനെ പോലെ കിട്ടിയിട്ടില്ല കേട്ടോ. അവൻ നല്ല തൂവെള്ളായിരുന്നു. പ്രത്യേകിച്ച് ഈ സമയത്തൊക്കെ ഭയങ്കര വെളുപ്പ്. ചുണ്ടൊക്കെ തത്തമ്മ ചുണ്ടായിരുന്നു. അറിയില്ല, ആങ്കൊച്ചല്ലേ, അവൻ ശരിയായിക്കോളും. നീ ഇവനെ കൊണ്ടുപോയി കിടത്തി സൂക്ഷിച്ചു തുറന്നോ. ആ തസ്തിയുടെ കുട്ടിക്ക് നമ്മൾ ഒരുപാട് അറിഞ്ഞാൻ കേട്ടോ. പിന്നെ നമ്മുടെ കുടുംബക്കാരൊക്കെ കൂടെ കൂടിയിട്ട് ഒരു 5 പണിയെങ്കിലും ആയിട്ടുണ്ടാവും. പിന്നെ അവനും പിന്നെ ഒട്ടും കുറച്ചിട്ടില്ല കേട്ടോ. നമ്മള് ദോഷം പറയാൻ പാടില്ലല്ലോ. നമ്മുടെ വീട്ടിൽ തന്നതിനേക്കാൾ അവർ തന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്വർണ്ണം കിട്ടിയിട്ടുണ്ട്. ആ അജുവിന്റെ കുട്ടിക്ക് അവര് പിന്നെ കഴിവൊന്നുമില്ലല്ലോ. അവർക്ക് അന്നൊന്ന് കിട്ടിയിട്ട് വേണ്ടേ. അപ്പൊ പിന്നെ അവരൊന്നും തന്നിട്ടൊന്നുമില്ല. ചെറിയ എന്തോ ഒരു ലോക്കറ്റ് എന്തോ എടുത്ത് തന്നിട്ടുണ്ട് മാലയിൽ ഇടാനല്ലേ. ആ അതെ, അങ്ങനെ എന്തോ ചെയ്തിട്ടുണ്ട്. വലിയ എടുത്ത് പറയാൻ മാത്രം ചെയ്തിട്ടില്ല. ഞങ്ങള് പിന്നെ അതൊന്നും വിഷയാക്കാറില്ല. നമ്മളാർക്കും മുഖത്തോട് ഇതൊന്നും പറയുന്നില്ലല്ലോ. ഇതൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളല്ലേ. അയ്യോ ഇറങ്ങായോ? കുറച്ചുകൂടെ കഴിയുന്നു. നിങ്ങളിപ്പോ വന്നിട്ട്. അതെ, എന്നാ ശരി, നിങ്ങൾ പോയിട്ട് വാ. ആ ശരി. നീ ഇവിടെ വന്നിരിക്കും. അവര് വന്നപ്പോഴേ ഉണ്ണികൾക്ക് 2 പേർക്കും ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഡ്രസ്സാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. 2 പേർക്കും ഇഷ്ടമാവുന്ന രീതിയിലുള്ള അതിനെ വാങ്ങിച്ചിരിക്കുന്നത്. പക്ഷെ എന്താന്നോ, രണ്ടും ഒരേ സൈസാണ്. അപ്പൊ നമ്മുടെ ഉണ്ണി ഇപ്പൊ ഇത് ഇടാനായിട്ടില്ലല്ലോ. ടെസ്സിയുടെ ഉണ്ണിക്കാണെങ്കിൽ ഇത് കറക്റ്റ് പാകായിരിക്കും. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇത് രണ്ടും നമുക്കിപ്പോ അവർക്ക് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഉണ്ണി വലുതാകുമ്പോൾ നമുക്ക് വേറെ എടുത്താൽ പോലെ. എനിക്ക് ഇതിന് കുഴപ്പമുണ്ടോ? എനിക്കറിയാം മോൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന്. എന്നാ ശരി, മോള് പോയി കിടന്നുറങ്ങിക്കോ. ഞാനിത് ടെസ്സിക്ക് കൊണ്ടു കൊടുക്കട്ടെ.